children, welcome back to my channel LKL Star Maths class. ഇന്ന് നമ്മൾ CBSE 10th സ്റ്റാൻഡേർഡ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ചാപ്റ്റർ 5 അതിലെ എക്സസൈസ് 5.1 ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കണ്ടോ, ഫോർത്ത് വൺ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ APs? ഇഫ് ദ ഫോം ആൻ AP, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് D ആൻഡ് റൈറ്റ് 3 more terms. അപ്പോൾ ഇതിൽ 1, 2 and 3 ഇതുവരെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫോർത്ത് വണ്ണാണ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. -10 ക്വസ്റ്റ്യൻ എന്താണ്? -10, -6, -2, ദെൻ കണ്ടിന്യൂസ്. ഓക്കെ, സോ നമുക്കിതിനെ എന്ത് ചെയ്യണം? ഇത് AP ആണോ എന്ന് നോക്കണം. നോക്കിയതിന് ശേഷം എങ്ങനെയാണ് AP ആണോ എന്ന് മനസ്സിലാകുന്നത്? നമ്മൾ കോമൺ ഡിഫറൻസ് കാണും അല്ലേ? കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കാണുന്നത്? ഇത് ഫസ്റ്റ് ടേം ആണ്, സെക്കൻഡ് ടേം, തേർഡ് ടേം ആൻഡ് ഫോർത്ത് ടേം. ഇതിന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? A1, ഇത് A1 ആണ്, -10, -6 A2, -2 A3 ആൻഡ് ദിസ് ഇസ് A4. അപ്പോൾ എന്താണ് ഈ A1, A2, A3, A4 എന്ന് പറഞ്ഞാൽ ഈ ഓരോ നമ്പറിൻ്റെയും സ്ഥാനത്തെ കാണിക്കുന്നതാണ്. A1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്പർ, A2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് നമ്പർ, A3 എന്ന് പറയുമ്പോൾ തേർഡ് നമ്പർ, ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ A2ൽ നിന്നും A1 റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതേപോലെ A3യിൽ നിന്നും A2 റെഡ്യൂസ് ചെയ്യുമ്പോഴും ഒരു ആൻസർ കിട്ടും. ദെൻ A4ൽ നിന്നും A3 റെഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്കൊരു ആൻസർ കിട്ടും. സോ എല്ലാ ആൻസറും സെയിം ആണെങ്കിൽ അതെന്തായിരിക്കും? ഒരു AP ആയിരിക്കും. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമുക്കിതിനെല്ലാത്തിനും ഒരേ ആൻസർ കിട്ടിയാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ D എന്ന് പറയാം. അപ്പോൾ അങ്ങനെ സെയിം കോമൺ ഡിഫറൻസ് ആണ്. ഇത് ഓരോ ടേമിൽ നിന്നും റെഡ്യൂസ് ചെയ്യുമ്പോൾ സെയിം നമ്പറാണ് നമുക്ക് കിട്ടുന്നതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് 3 more terms, 3 ടേംസും കൂടി കൂട്ടണം. ഇവിടെ ഇപ്പോൾ ഓൾറെഡി എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4 ടേംസ് ഇവിടെ ഉണ്ട്. സോ നമ്മളിവിടെ ഒരു 3 എണ്ണവും കൂടി ആഡ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? നമുക്ക് ആൻസർ നോക്കാം. കണ്ടോ, ക്വസ്റ്റ്യൻ എടുത്ത് ഒന്നുകൂടി എഴുതിയിട്ടുണ്ട്. -10, -6, -2, ദെൻ വെറും 2 അല്ലേ? +2 കണ്ടിന്യൂസ് ആയിട്ട് പോകണം. സോ ഈ പറഞ്ഞ പോലെ എന്താണത്? സെക്കൻഡ് ടേം, വിച്ച് മീൻസ് വാട്ട്? A2 മൈനസ് A1. A1 എന്ന് പറഞ്ഞാൽ ആരാണ്? -10. സോ നമുക്ക് എഴുതാം. A2ൻ്റെ സ്ഥാനത്ത് എന്തെടുത്ത് എഴുതണം? -6 ഇട്ടു, ദെൻ ഈ മൈനസ് കൊടുത്തു, പിന്നെ ആരാ വരിക? ഈ -10ഉം കൊടുത്തു. കണ്ടോ, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ കണ്ടോ, -6 മൈനസ് ഈ മൈനസ് ഏതാ? ഇവിടുത്തെ മൈനസ്. ദെൻ ഇവിടെ എന്താണ്? -10. -10 എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ടേമിൽ -10 ആണ്. അപ്പോൾ ഈ രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വരുമ്പോൾ നമുക്കതിനെ പ്ലസ് ആക്കാമല്ലോ അല്ലേ? അപ്പോൾ നോക്കിയാൽ -6 + 10 ഇത് റെഡ്യൂസ് ചെയ്തപ്പോൾ എത്ര കിട്ടി? നമുക്ക് 4 കിട്ടി. ഇനി അടുത്ത ടേം നോക്കാം. അടുത്തതെന്ന് പറയുമ്പോൾ എന്താ? A3 - A2. A3 എന്ന് പറയുന്നത് ആരാണ്? ഇതാ -2. സോ -2, A3ക്ക് പകരം -2 എഴുതി, ദെൻ ഈ മൈനസ് കൊടുത്തു. A2 എന്ന് പറയുന്നത് -6 ആണ്. സോ -2 ഇത് രണ്ടും കൂടി മൈനസ് വരുമ്പോൾ എന്താ? ഇവിടെ പ്ലസ് ആയി. കണ്ടോ, -2 + 6. അപ്പോൾ റെഡ്യൂസ് ചെയ്തപ്പോൾ എത്ര തന്നെ കിട്ടിയത്? 4 ആയി. നമുക്ക് ഒരു ടേമും കൂടെ കിടപ്പില്ലേ ഇവിടെ? A4ഉം A3യും കൂടെ ചെയ്യാം. അപ്പോൾ A4 - A3. അപ്പോൾ A4ൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 കൊടുത്തു, ദെൻ ഈ മൈനസ് ഇവിടെ കൊടുത്തു. ദെൻ A3 എന്ന് പറയുന്നത് എന്താണ്? -2 ആണ്. സോ 2 - -2. ഇവിടെ നോക്കിയേ, ഈ 2 അങ്ങനെ തന്നെ എഴുതി, മൈനസ് അടുപ്പിച്ച് വന്നു, അത് പ്ലസ് ആക്കി, ദെൻ ഈ 2 ഇട്ടു. അപ്പോഴും എന്താ കിട്ടിയ ആൻസർ? 4. കണ്ടോ, സെയിം ഡിഫറൻസ് അല്ലേ? അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുക? കോമൺ ഡിഫറൻസ് എന്ന് പറയുക. അപ്പോൾ ഇത് എല്ലാ ടേമും ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് പോയപ്പോൾ നമുക്ക് കിട്ടിയത് സെയിം നമ്പർ തന്നെയാണ് ഇവിടെ കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ ഗിവൻ ലിസ്റ്റ് ഓഫ് നമ്പർ ഉണ്ടോ? ദ ഗിവൻ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഫോംസ് ആൻ AP വിത്ത് കോമൺ ഡിഫറൻസ്. എത്രയാണ് കോമൺ ഡിഫറൻസ്? 4. ക്ലിയർ ആയല്ലോ? അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? ദ ഗിവൻ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഫോം ആൻ AP വിത്ത് ദ കോമൺ ഡിഫറൻസ് D. കോമൺ ഡിഫറൻസ് മീൻസ് വാട്ട്? D4. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് തുടർന്നുള്ള 3 എണ്ണവും കൂടി എഴുതാൻ പറ്റും അല്ലേ? സോ ദ നെക്സ്റ്റ് 3 ടേംസ് ആർ എന്ത് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ടേം നോക്കുക. ഫോർത്ത് ടേം ആയിട്ടുള്ള 2 എടുക്കുക. ആ 2ൻ്റെ കൂടെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ 4 അല്ലേ? ആ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? കണ്ടോ, 2 + 4 6 കിട്ടി. നമുക്ക് ഇവിടുത്തെ ടേം കിട്ടിയല്ലേ? എത്രയാണ് ഇവിടെ കിട്ടുന്നത്? നമുക്ക് 6. ക്ലിയർ? ദെൻ കോമ. ഇനി അടുത്ത 2 ടേം കൂടെ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? ഈ 6ൻ്റെ കൂടെ തന്നെ എന്ത് ആഡ് ചെയ്യണം? 4 ആഡ് ചെയ്യണം. കണ്ടോ, 6 + 4 10 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും എഴുതിക്കൂടെ? ഇവിടെ അടുത്ത ടേം എന്താണ്? 10. ദെൻ കോമ.
അടുത്തത് എന്ത് ചെയ്യുക, 10ൻ്റെ കൂടെ വീണ്ടും 4 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 14 കിട്ടി. അപ്പോൾ നമ്മൾ 3 പുതിയ ടേംസ് കൂടി കണ്ടെത്തി, 6, 10, 4. അപ്പോൾ അത് ലാസ്റ്റ് എടുത്ത് ഒന്നും കൂടി എഴുതാം, 6, 10, 40. സോറി 4 അല്ല കേട്ടോ, 14 ആർ ദ 3 ടേംസ്. ക്ലിയർ ആയോ ഈ സം? നല്ല എളുപ്പമല്ലേ? അപ്പോൾ നല്ലപോലെ പഠിക്കുക, ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ദെൻ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം കാണണം. സോ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും ഓരോന്നും എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ.